നമ്മളുടെ പുറകെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എടലികത്ത് കാവ് എന്ന സ്ഥലത്താണ്. ഇവിടെ റവന്യൂ വസ്തു അധീനതയിലുള്ള ഒരു കാട് മൂടിയ പ്രദേശമായിരുന്നു. ഇതിവിടെ പന്നികളൊക്കെ വളർന്ന് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രദേശത്തെ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി, പച്ചത്തുരുത്ത് എന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനോഹരമായി ഇത് വേലി കെട്ടി അനേകം വൃക്ഷങ്ങൾ, അപൂർവമായ വൃക്ഷങ്ങൾ നട്ട് പരിപാലിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വിഷയം പറയാൻ ഉദ്ദേശിക്കുന്നത്, തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് എല്ലാവരും പറയുന്നൊരു പരാതിയുണ്ട്. ഇത് പണക്കാരുടെ വീട്ടിലെ റബ്ബറിന് അതിര് കോരുന്ന പരിപാടിയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ അവസരത്തിൽ നമ്മൾ ഇതുപോലുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ കണ്ടെത്തി തൊഴിലുറപ്പുകാർക്ക് തൊഴിൽ കിട്ടുവാനും, അതുപോലെ തന്നെ ഈ പദ്ധതിയെ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ ഇതിനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ പദ്ധതി. ഇവിടെ ആരും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലത്തെ നമ്മൾ മനോഹരമായി 125ഓളം, അതായത് 200ഓളം ചെടികൾ, ഫലവൃക്ഷങ്ങളൊക്കെ നട്ട് വളർത്തുകയും പൂർണ്ണമായും ചെത്തി വൃത്തിയാക്കി ചുറ്റും ഹരിതവേലി പണിഞ്ഞുകൊണ്ട്, ഇതിലാരും പ്രവേശിച്ച് നാശനഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ ഹരിതവേലി നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു സങ്കേതത്തെ, അതുപോലെ തന്നെ വൈകിട്ട് വൃദ്ധരായ ആൾക്കാർക്കും ചെറുപ്പക്കാർക്കും വന്നിരിക്കുവാനും കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കാനുള്ള, ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടോട് കൂടി മനോഹരമായി ഇത് പുനർനിർമ്മിക്കുകയാണ്. ഒരു നഷ്ടപ്പെട്ടു പോയ പ്രദേശത്തെ വീണ്ടെടുക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൂടുതലും സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പൊതുജനങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ വിളക്കെത്തിക്കാൻ, ഭക്തർക്ക് വിളക്കെത്തിക്കാനുള്ള സ്ഥലം എല്ലാം തന്നെ അതിൻ്റേതായ അർത്ഥത്തിൽ പരിപാലിച്ചുകൊണ്ട് നമ്മളിവിടെ ചെയ്യുകയാണ്. ഇത് നൂതനമായ പദ്ധതി എല്ലാ തൊഴിലുറപ്പുകാർക്കും മാതൃകയാക്കാവുന്നതും പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ നടപ്പിലാക്കാം. പ്രകൃതിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയെ വീണ്ടെടുക്കാനുള്ള എളിയ ശ്രമമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വലിയ പരിപാടിക്ക് വിളിച്ചിട്ടായിരുന്നോ? ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നലെ പോയില്ല, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല.